നമസ്കാരം. മംഗളം ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബിനി പ്രേംരാജ്. ഗസയിൽ കരയുദ്ധത്തിനെത്തിയ 11 ഇസ്രായേൽ അധിനിവേശ സൈനികരെ വധിച്ചതായി പാലസ്തീൻ വിമോചന സംഘടനയായ ഹമാസ്. 7 ഇസ്രായേൽ സൈനിക വാഹനങ്ങൾ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണത്തിലാണ് ഇവർ കൊല്ലപ്പെട്ടതെന്ന് ഹമാസിന്റെ സായുധ വിഭാഗമായ ഖസം ബ്രിഗേഡ് അറിയിച്ചു. ഗസ സിറ്റിക്കടുത്ത് ഷുജയ്യയിലാണ് ഷെല്ലുകളും ടാങ്ക് വേദ ആയുധങ്ങളും ഉപയോഗിച്ച് ഇസ്രായേലിന്റെ 7 സൈനിക വാഹനങ്ങൾ ആക്രമിച്ചത്. അതേസമയം ഗസയിൽ ആശുപത്രികൾക്ക് നേരെ അടക്കമുള്ള ആക്രമണം തുടരുകയാണ് ഇസ്രായേൽ സേന. ഔദ ആശുപത്രിയിൽ ഇരച്ചുകയറിയ സൈന്യം നിരവധി പേരെ കൊലപ്പെടുത്തി. അബദ്ധത്തിൽ നടത്തിയ ആക്രമണത്തിൽ 20 സൈനികർ കൊല്ലപ്പെട്ടെന്നാണ് ഇസ്രായേൽ അറിയിച്ചിരിക്കുന്നത്. ബ്രിട്ടൻ, ജർമ്മനി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വെടിനിർത്തലിനെ പിന്തുണച്ച് രംഗത്ത് വന്നതോടെ ഇസ്രായേലും അമേരിക്കയും കൂടുതൽ ഒറ്റപ്പെട്ടു. ബന്ദികളുടെ കൈമാറ്റത്തിന് മധ്യസ്ഥ രാജ്യങ്ങളുടെ പുതിയ നിർദ്ദേശം പരിഗണിക്കാൻ ഇസ്രായേൽ സന്നദ്ധത അറിയിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ആഭ്യന്തര സമ്മർദ്ദം മറികടക്കാനുള്ള ഇസ്രായേൽ തന്ത്രം മാത്രമാണ് ചർച്ചാ സന്നദ്ധതയെന്ന് ഹമാസ്. ചെങ്കടലിൽ യമൻ കുത്തികൾ അയച്ച മിസൈലേറ്റ് നോർവീജിയൻ പതാക വഹിച്ച കപ്പലിന് തകർച്ച സംഭവിച്ചതായി പെന്റഗൺ. ഇസ്രായേലിലേക്കുള്ള എല്ലാ കപ്പലുകളും ആക്രമിക്കുമെന്ന മുന്നറിയിപ്പിൽ മാറ്റമില്ലെന്ന് ഹുത്തി വിഭാഗം. യുദ്ധത്തിൽ വൈറ്റ് ഫോസ്ഫറസ് ഉപയോഗിച്ചതിനും തടവുകാരെ അടിവസ്ത്രം മാത്രം ധരിപ്പിച്ച് പ്രദർശിപ്പിച്ചതിനും ഇസ്രായേലിനോട് വിശദീകരണം തേടിയതായി അമേരിക്ക. US ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ്ക്ക് സലിവൻ നാളെ ഇസ്രായേലിലെത്തും. ഗസയിൽ ഇസ്രായേലിന്റെ കൊടുംക്രൂരത തുടരുകയാണ്. മരണം 18,205. പരിക്കേറ്റവരുടെ എണ്ണം 1,00,000 കടന്നു. ഖാൻ യൂനിസ്, ജബാലിയ, ഷുജയ്യ ഉൾപ്പെടെയുള്ള ഗസയിലെ വിവിധ ഭാഗങ്ങളിൽ രൂക്ഷമായ ഏറ്റുമുട്ടൽ തുടരുന്നു. ഓഫീസർമാർ ഉൾപ്പെടെയുള്ള നിരവധി സൈനികരെ വധിച്ചതായി ഖസം ബ്രിഗേഡ് അറിയിച്ചു. ജനീൻ അഭയാർത്ഥി ക്യാമ്പ് ഉൾപ്പെടെ വെസ്റ്റ് ബാങ്കിൽ വിവിധ ഭാഗങ്ങളിൽ പാലസ്തീൻ വംശജർക്കെതിരെ ഇസ്രായേൽ സേന ഇന്നും ആക്രമണം തുടരുന്നു. അതിനിടെ ഗസയിൽ നരനായാട്ട് തുടരുമ്പോഴും ഇസ്രായേലിനുള്ള പിന്തുണ ആവർത്തിച്ച് US പ്രസിഡന്റ് ജോ ബൈഡൻ രംഗത്തെത്തി. സ്വതന്ത്ര ജൂത രാഷ്ട്രമായി നിലകൊള്ളാനുള്ള ഇസ്രായേലിന്റെ അവകാശത്തെ US എന്നും പിന്തുണയ്ക്കുമെന്ന് ബൈഡൻ പറഞ്ഞു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി കഴിഞ്ഞ വർഷങ്ങളിൽ പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും ഹമാസിനെ തുടച്ചു നീക്കാനുള്ള പോരാട്ടത്തിൽ എല്ലാവിധ സൈനിക സഹായവും നൽകും. പക്ഷേ ഞങ്ങളും അവരും അതീവ ശ്രദ്ധയോടെ മുന്നോട്ടു പോകേണ്ടതുണ്ട്. ഒറ്റ രാത്രി കൊണ്ട് ലോകത്തിന്റെ പൊതു അഭിപ്രായം മാറിയേക്കാം. അങ്ങനെ സംഭവിക്കാൻ നമ്മൾ അനുവദിക്കരുതെന്ന് ബൈഡൻ പറഞ്ഞു. ഗസയിൽ വെടിനിർത്തലിനുള്ള അന്താരാഷ്ട്ര സമ്മർദ്ദം ശക്തമായിട്ടും ഇടപെടാത്ത USന്റെ നിലപാട് വ്യാപകമായി വിമർശിക്കപ്പെടവെയാണ് ഇസ്രായേലിനെ പിന്തുണച്ച് വീണ്ടും ബൈഡന്റെ പ്രസ്താവന. വെടിനിർത്തലിനായി ഐക്യരാഷ്ട്രസമിതിയിൽ കൊണ്ടുവരുന്ന പ്രമേയങ്ങൾ അമേരിക്ക വീറ്റോ ചെയ്തത് റദ്ദാക്കുകയാണ്. ഗസയിൽ അടിയന്തരമായി വെടിനിർത്തണമെന്നാവശ്യപ്പെടുന്ന പ്രമേയം ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ ചൊവ്വാഴ്ച വോട്ടിനിട്ടേക്കും. UN ചാർട്ടറിലെ 99 അനുച്ഛേദ പ്രകാരം സെക്രട്ടറി ജനറൽ വിളിച്ചു ചേർത്ത അടിയന്തര രക്ഷാസമിതിയിൽ അവതരിപ്പിച്ച പ്രമേയം വെള്ളിയാഴ്ച അമേരിക്ക വീറ്റോ ചെയ്തിരുന്നു. 15 അംഗ രക്ഷാസമിതിയിൽ അമേരിക്ക വീറ്റോ ചെയ്യുകയും ബ്രിട്ടൻ വിട്ടുനിൽക്കുകയും ചെയ്തപ്പോൾ ബാക്കി 13 രാജ്യങ്ങളും പ്രമേയത്തെ അനുകൂലിക്കുകയാണ് ചെയ്തത്. ഇതിന് പിന്നാലെയാണ് 193 രാജ്യങ്ങൾ ഉൾപ്പെടുന്ന UN പൊതുസഭയിൽ വോട്ടിനിടുന്നത്. വെടിനിർത്തലും ബന്ദികളുടെ കൈമാറ്റവും ആവശ്യപ്പെട്ട് ഒക്ടോബറിൽ അവതരിപ്പിച്ച പ്രമേയത്തെ 121 രാജ്യങ്ങൾ അനുകൂലിച്ചപ്പോൾ 14 രാജ്യങ്ങൾ എതിർത്തു. 44 രാജ്യങ്ങൾ വിട്ടുനിന്നു. ഹമാസിനെ തോൽപ്പിക്കാൻ മാസങ്ങളോ അതിലധികമോ യുദ്ധം ചെയ്യുവാൻ തയ്യാറാണെന്ന് ഇസ്രായേൽ പറയുന്നു. വ്യോമാക്രമണങ്ങളിലൂടെയും വെടിവെപ്പിലൂടെയും ഗസയ്ക്കെതിരെയുള്ള കരയാക്രമണം ശക്തമാക്കുന്നതിനിടയിലാണ് ഇസ്രായേലിന്റെ ഈ പ്രതികരണം. യുദ്ധം അവസാനിപ്പിക്കുവാനും എല്ലാ ബന്ദികളെയും മോചിപ്പിക്കുവാനുമുള്ള ശ്രമങ്ങൾ തുടരുമെന്ന് പ്രധാന മധ്യസ്ഥ പങ്കുവഹിച്ച ഖത്തർ അറിയിച്ചിരുന്നു. എന്നാൽ ഇസ്രായേൽ നിലപാട് വ്യക്തമാക്കിയതോടെ വെടിനിർത്തലിനെക്കുറിച്ച് ചർച്ച ചെയ്യുവാനുള്ള സാധ്യത മങ്ങുകയാണ്. യുദ്ധത്തിൽ 17,700-ലധികം പാലസ്തീനികൾ കൊല്ലപ്പെട്ടതിന് ശേഷം ഇസ്രായേലിനെതിരെ അന്താരാഷ്ട്ര തലത്തിൽ വിമർശനം ഉയർന്നിരുന്നു. ഗസയിലെ 2.3 ദശലക്ഷം പേരിൽ 90% പേർക്കും സ്വന്തം നാട്ടിൽ നിന്ന് പലായനം ചെയ്യേണ്ടി വന്നു. പ്രദേശം സുരക്ഷിതമായ സ്ഥലമല്ലെന്ന് UN ഏജൻസികൾ മുന്നറിയിപ്പ് നൽകുന്നു. ഹമാസ് ആക്രമണത്തിൽ 1,200-ഓളം പേർ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ അറിയിച്ചു. 97 ഇസ്രായേലി സൈനികരും യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. അതേസമയം ഹമാസിനെതിരായ പോരാട്ടം അവസാനിപ്പിക്കാൻ ഇനിയും സമയമെടുക്കുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് പറഞ്ഞു. കരയാക്രമണം ആഴ്ചകളോളം നീണ്ടു നിൽക്കുമെന്നും കൂടുതൽ സൈനിക പ്രവർത്തനങ്ങൾ മാസങ്ങളോളം തുടരുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. ഞങ്ങൾ സ്വയം പ്രതിരോധിക്കാൻ പോകുന്നു. ഇസ്രായേലിന്റെ ഭാവിക്ക് വേണ്ടിയാണ് ഞാൻ പോരാടുന്നത്, ഗാലന്റ് വ്യക്തമാക്കി. തെക്കൻ നഗരമായ ഖാൻ യൂനിസിനും പരിസരത്തും ഇസ്രായേൽ സൈന്യം പോരാട്ടം തുടരുകയാണ്. അവിടെ സൈന്യം കഴിഞ്ഞ ആഴ്ച പുതിയ ആക്രമണം ആരംഭിച്ചതായി അദ്ദേഹം പറഞ്ഞു. ഗസ നഗരത്തിന്റെ ചില ഭാഗങ്ങളിലും വടക്കൻ ഗസയിലെ നഗര ജബലിയ അഭയാർത്ഥി ക്യാമ്പിലും ഇപ്പോഴും ആക്രമണം നടക്കുന്നുണ്ട്. അവിടെ വലിയ പ്രദേശങ്ങൾ അവശിഷ്ടങ്ങളായി മാറിയിരിക്കുന്നു. ആയിരക്കണക്കിന് സാധാരണക്കാർ ഇപ്പോഴും പ്രദേശത്ത് കുടുങ്ങിക്കിടക്കുകയാണ്. ഹമാസിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുകയും സൈനിക ശേഷി ഇല്ലാതാക്കുകയും ബന്ദികളാക്കിയ എല്ലാവരെയും തിരിച്ചുപിടിക്കുന്നതുവരെ പോരാട്ടം തുടരുമെന്ന് ഇസ്രായേൽ വ്യക്തമാക്കി. ഹമാസിന്റെ പക്കൽ ഇപ്പോഴും 117 ബന്ദികളുണ്ടെന്നും ആക്രമണത്തിനിടയിലോ ബന്ദിയാക്കപ്പെട്ട സമയത്തോ മരിച്ച 20 പേരുടെ മൃതദേഹങ്ങൾ ഉണ്ടെന്നുമാണ് ഇസ്രായേലിന്റെ ആരോപണം.
കഴിഞ്ഞ മാസം 100-ലധികം ബന്ദികളെ വിട്ടയച്ചിരുന്നു. ബന്ദികളാക്കിയ എല്ലാ കുട്ടികളുടെയും ചിത്രങ്ങളടങ്ങിയ ഒരു ഫോട്ടോ ഫ്രെയിം ഗ്യാലൻ തന്റെ മേശപ്പുറത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. നന്ദി, നമസ്കാരം.